എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം. മത്തായി 5:9. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവരാജ്യം എങ്ങനെയുള്ളത് എന്ന് കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ കേൾവിക്കാരെ ഓർമ്മിപ്പിക്കുകയാണ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇത് ദൈവമക്കളുടെ ഒരു വലിയ സ്വഭാവമാണ്. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിക്കാനും അവരെ ഓർമ്മപ്പെടുത്തുക. ക്രിസ്തീയ ജീവിത അനുഭവത്തിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യം ലഭിക്കുന്ന അനുഗ്രഹമാണ് സമാധാനം. വിശ്വാസത്തിൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ആരും പറയും, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ആദ്യം തന്ന കാര്യം നിറഞ്ഞ കവിയുന്ന സമാധാനമാണെന്ന്. യോഹന്നാൻ 14:27 കർത്താവ് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ദൈവം നമുക്ക് തരുന്നു. നമ്മൾ പാർക്കുന്ന ഈ ലോകത്തിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രങ്ങൾ സമാധാനമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് യുദ്ധങ്ങളിൽ കൂടെയാണ്. അങ്ങനെയുള്ള ലോകത്തിൽ നമ്മൾ പാർക്കുമ്പോൾ തിരുവചനം പറയുന്നു, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഈ സമാധാനം ലഭിക്കണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, അവൻ നമ്മുടെ സമാധാനമാണ്. അപ്പോൾ ഈ സമാധാനം നമ്മിലില്ലാതെ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ കഴിയില്ല. ദൈവത്തിന് പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പേര് യഹോവ ശാലോം, യഹോവ നമ്മുടെ സമാധാനം എന്നാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ, അതുപോലെ യെശയ്യാവ് 26:3 ഒക്കെ വായിക്കുമ്പോൾ, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എന്ന് കാണും. അപ്പോൾ കലഹവും ശണ്ടയും വഴക്കുമുള്ള ഈ ആധുനിക ലോകത്തിൽ സമാധാനമുണ്ടാക്കുന്നവരായി ജീവിക്കണമെങ്കിൽ ഒന്നാമതായി ദൈവത്തിൽ നിന്ന് സമാധാനം നമ്മുടെ ഉള്ളിൽ ലഭിച്ചവരായിരിക്കണം. നമ്മുടെ സമാധാനത്തെ കെടുത്തുന്ന 2 കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ, സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിലേ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ഒരാളിൻ്റെ ജീവിതത്തിൽ തന്നെ സമാധാനം നശിപ്പിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒന്ന്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പാപം സമാധാനത്തെ കെടുത്തുന്നു. പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സമാധാനം കെട്ടുപോകും. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ അപ്പോസ്തലൻ ലൗകിക ജീവിതത്തെക്കുറിച്ച് വിശ്വാസികളെ പഠിപ്പിക്കുന്നു. നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പുകേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായക കൊണ്ട് ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ ജീവിതത്തിനുള്ളിൽ, വ്യക്തിത്വത്തിൽ പാപം കയറി കഴിയുമ്പോൾ സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിൽ ഇല്ലാത്ത ഒരാളിനേക്കാൾ പിന്മാറ്റത്തിലായി പോയ ഒരു വിശ്വാസിയാണ് സമൂഹത്തിനും കൂട്ടായ്മയ്ക്കും സഭയ്ക്കുമൊക്കെ ദോഷം ചെയ്യുന്നത്. അവിശ്വാസിയായ ഒരു മനുഷ്യനേക്കാൾ ഈ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന്
പിന്മാറി ജീവിക്കുന്ന ഒരാളാണ് കൂടുതൽ ദോഷം ചെയ്യുന്നത്. കാരണം അങ്ങനെ പിന്മാറി കഴിയുമ്പോൾ അവൻ ഹൃദയത്തിൽ കലക്കമുള്ളവനാണ്, സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നവനാണ്. എവിടെ പോയാലും ഈ കലക്കം മറ്റുള്ളവരിലേക്ക് പകരും. നമ്മുടെ ഹൃദയത്തിൽ പാപം വന്ന് കഴിയുമ്പോൾ ഹൃദയത്തിൽ സമാധാനം കെട്ടുപോകും. നമ്മുടെ ഹൃദയത്തിൽ സമാധാനമില്ലെങ്കിൽ പോകുന്നിടത്തൊക്കെ നാം മറ്റുള്ളവരുടെ സമാധാനം കെടുത്തുന്നവരാണ്. അതുകൊണ്ട് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നല്ലയോ നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെട്ട് പോകുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ദൈവേഷ്ടത്തിന് പുറത്ത് ജീവിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ സമാധാനം നഷ്ടപ്പെടുന്നു. ദൈവേഷ്ടത്തിന് പുറത്ത് ജീവിക്കുന്ന വിശ്വാസിയെ ശ്രദ്ധിക്കണം. വലിയ പാപമൊന്നും വന്നിട്ടില്ല, എന്നാൽ ദൈവിക പ്രമാണത്തിലും ദൈവിക വഴിയിലും അല്ല. ദൈവിക വഴി വിട്ടുമാറി കഴിയുമ്പോൾ അവരിൽ ഈ അസമാധാനമുണ്ടാകും. കാരണം ദൈവത്തിൻ്റെ വഴിയിലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് സമാധാനമുള്ളത്. ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോഴാണ് വിശ്വാസിക്ക് സമാധാനമുണ്ടാകുന്നത്. ദൈവത്തോട് ചേർന്ന് നടക്കാൻ കഴിയാതെ വരുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ അസമാധാനം വരും. ആ സമാധാനം മറ്റുള്ളവരുടെ സമാധാനത്തെയും കെടുത്തും. അതുകൊണ്ട് ദൈവം നമുക്ക് സമാധാനം തരുന്നു എന്നുള്ളതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ സമാധാനം കെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും എടുത്ത് മാറ്റേണ്ടത് ആവശ്യമാണ്. പഴയ നിയമ പുസ്തകത്തിൽ അബ്രഹാമിൻ്റെയും യാക്കോബിൻ്റെയും ജീവിതം ഇതിന് നല്ല ഒരു ഉദാഹരണമാണ്. ബഥേലിൽ നിന്ന് മിസ്രൈമിലേക്ക് പോയി പിന്മാറ്റത്തിൽ വന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അസമാധാനങ്ങൾ വന്നു എന്ന് നമുക്കറിയാം. യാക്കോബിൻ്റെ ജീവിതം പരക്കം പാച്ചിലിൻ്റെ ഒരു ജീവിതമായിരുന്നു. ഒന്നുകൊണ്ടും തൃപ്തി വരാതെ എവിടെ പോയാലും ഇടയിലൊക്കെ ശണ്ടയും കലഹവും ഉണ്ടാക്കുന്ന സ്വഭാവം യാക്കോബിൽ വന്നതിൻ്റെ കാരണം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിലും ദൈവഹിതത്തിൻ്റെ കേന്ദ്രത്തിൽ നിൽക്കാത്തവനാണ്. ദൈവഹിതത്തിൻ്റെ കേന്ദ്രത്തിൽ വരാതെ യാക്കോബിന് സമാധാനം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരും അവനുമായുള്ള ബന്ധത്തിൽ വന്നവരുമാണ്. എന്നാൽ ഇന്ന് നാം രണ്ട് കാര്യങ്ങൾ ചിന്തിക്കണം. ഒന്ന്, നമ്മുടെ സമാധാനത്തെ കെടുത്തുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? 12 വർഷമായിട്ടും ജീവിതത്തിൽ സമാധാനം പ്രാപിക്കാതിരുന്ന ആ സ്ത്രീയെ പോലെ ഇത് പഴകിപ്പോയല്ലോ എന്നൊരു ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ടോ? നാം അത് അനുവദിച്ച് കൊടുക്കുകയാണ്. അശുദ്ധി ഹൃദയത്തിൽ വരുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നു. 2, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരിപൂർണമായ ഹിതം അറിഞ്ഞിട്ടും അതിന് വിരോധമായി ജീവിക്കുകയാണെങ്കിൽ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴുകയില്ല. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു. അപ്പോൾ ലഭിക്കാത്ത സമാധാനം ആർക്കും കൊടുക്കുവാൻ കഴിയുകയില്ല. ലഭിച്ച സമാധാനം നഷ്ടപ്പെടുത്തിയാലും മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ കഴിയില്ല. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ സമാധാനമുള്ളവരായി ജീവിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. സമാധാനം ഉള്ളവർക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം. അങ്ങനെയുള്ളവരെ ഭാഗ്യവാന്മാരെന്നാണ് കർത്താവ് വിളിക്കുന്നത്. അതുമാത്രമല്ല, അങ്ങനെയുള്ള ഭാഗ്യവാന്മാർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നമ്മൾ ദൈവമക്കളായി ഈ ഭൂമിയിൽ ജീവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി സമാധാനം പ്രാപിക്കുകയും നൽകുകയും ചെയ്യുന്നവരായി തീരാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തുതിക്കുന്നു. ഒരു പുതിയ പ്രഭാതം കൂടെ ഞങ്ങളുടെ ആയുസ്സിൽ നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. സമാധാനമുള്ളവരായി ദൈവത്തിൻ്റെ മക്കൾ എന്ന വിളിക്ക് യോഗ്യരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് നൽകിയ സമാധാനം പ്രാപിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ നിന്ന് മറ്റുള്ളവരെ സമാധാനപ്പെടുത്തുന്നവരായി ഞങ്ങൾ ലോകത്തിന് തന്നെ സമാധാനമായി ജീവിപ്പാൻ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം
ഞങ്ങൾക്ക് സമാധാനം കെടുത്തിക്കളയുന്ന എല്ലാറ്റിൽ നിന്നും മാറി നിൽക്കാൻ സഹായിക്കണമേ. മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിൽ, ഞങ്ങളുടെ ജോലി വേലകളിൽ, ഞങ്ങളുടെ യാത്രകളിലൊക്കെ സമാധാനത്തിൻ്റെ വാക്കുകൾ, സമാധാനത്തിൻ്റെ നിലപാടുകളൊക്കെ സ്വീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നന്മയുടെയും പുതിയ ദിനങ്ങൾ അവിടുന്ന് ദാനമായി നൽകണമേ. യേശു മശീഹ മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ സമാധാനവും കൃപയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.